എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പുകാരൻ അതിൻ്റെ പ്രതിഫലം എന്താ? നോമ്പിൻ്റെ പ്രതിഫലം എന്താ? നോമ്പിൻ്റെ പ്രതിഫലം എന്താ? നമ്മൾ പറയാറുണ്ട് സ്വർഗം കിട്ടുമെന്ന്. നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്, റയ്യാൻ എന്ന് പറയുന്ന വാതിലുണ്ട്, റഹ്മത്തുണ്ട്, മഗ്ഫിറത്തുണ്ട്, നരകമോചനമുണ്ട്, സ്വർഗപ്രവേശനമുണ്ട്. നമ്മളെല്ലാവരും പറയുമല്ലോ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രതിഫലം കൊടുക്കുന്നത് 7 രീതിയിലാണ്. 7 രീതിയിലാണ് അള്ളാഹു ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്നത്. ഒന്നാമത്തെ പ്രതിഫലം സ്വർഗമാണ്, രണ്ടാമത്തെ പ്രതിഫലം നരകമാണ്. അള്ളാഹുവേ, ഈമാനുള്ള പടച്ചറബിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു സ്വർഗം കൊടുക്കും. കുഫർ ചെയ്തുകൊണ്ട് അള്ളാനെ മറന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു നരകം കൊടുക്കും. ഇതാണ് 1ഉം 2ഉം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 3ഉം 4ഉം എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന്, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്നത് പോലെ, ഒരു പാപം ചെയ്താൽ ഒരു ശിക്ഷ, ഒരു പാപം ചെയ്താൽ ഒരു ശിക്ഷ, ഒരു നന്മ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു. പടച്ചവനെ ഉസ്താദ്, അള്ളാഹുവേ, ഒരു സയ്യിദ് അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി സദക്ക ചോദിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷേ കൊടുക്കാൻ പറ്റിയില്ല. ആ നിയ്യത്തിന് നിനക്ക് പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചെയ്തില്ലെങ്കിലും നിനക്കൊരു പ്രതിഫലം കിട്ടുകയാണ്. ഇതാണ് 3ഉം 4ഉം. 5 പറഞ്ഞ 1 10 ഇരട്ടിയാണ്. ആരെങ്കിലും നബിതങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് പറഞ്ഞാൽ അള്ളാഹു 10 സ്വലാത്ത് ചെയ്യുമെന്ന ഹദീസ് ഉണ്ടല്ലോ. എടോ, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയായ ഫാത്തിമ ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണിന് ചില ഭക്ഷണങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ്. അലിയേ, എനിക്കൊരു റുമ്മാമ്പഴം വേണം അലിയേ. അലിയാര് തങ്ങളെ റുമ്മാമ്പഴം പോയി വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, അലിയേ, പട്ടിണിയാണ് അലിയേ, വലിയ പ്രയാസമാലിയേ, എന്തെങ്കിലും തന്ന് സഹായിക്കണേ. അലിയാര് തങ്ങളുടെ കയ്യിൽ ഫാത്തിമയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന റുമ്മാമ്പഴമാണ്, അതല്ലാതെ വേറെ ഒന്നുമില്ല. അലിയാര് തങ്ങൾ ഒരു നിമിഷം ഇങ്ങനെ ചിന്തിക്കുമ്പോ ആ പാവപ്പെട്ടവൻ പറഞ്ഞു, അലിയേ, 1 10 ഇരട്ടി അല്ലാഹു തരും അലിയേ. 1 10 പ്രതിഫലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 5ാമത്തെ പ്രതിഫലം 1 10. 6ാമത് അല്ലാഹു നന്മ കൊടുക്കുന്ന രീതി എങ്ങനാ? 1 700. ഒരു നന്മ ചെയ്താൽ സൂറത്തുൽ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഒരു നന്മയ്ക്ക് 700 പ്രതിഫലം. ഒരു നന്മ ചെയ്താൽ 700 പ്രതിഫലം അല്ലാഹു കൊടുക്കുകയാണ്. ഇനി 7ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അസ്വിയാമു ലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 7ാമത്തെ പ്രതിഫലം അല്ലാഹുവിനെ അറിയൂ. അതിൻ്റെ പ്രതിഫലം അല്ലാഹുവിനെ അറിയോ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിന്റെ 2ാമത്തെ 10 നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയുകയാ, അസ്സിയാമു ലില്ലാഹ്. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി നോമ്പ് പിടിച്ചാൽ ആ നോമ്പിന്റെ പ്രതിഫലം സ്വർഗമല്ല, മഗ്ഫിറത്തല്ല, നരകമോചനമല്ല. ആ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹുവിനെ അറിയൂ എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നോമ്പ് പിടിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഞങ്ങൾ പറയുന്നതൊന്നുമല്ല, അത് അല്ലാഹുവിനെ അറിയൂ. നാളെ പരലോകത്ത് ചെല്ലുമ്പോഴേ അറിയൂ നോമ്പിന്റെ പ്രതിഫലം എന്താണെന്ന്. അത് അല്ലാഹുവിന് വേണ്ടി പിടിക്കണം പെങ്ങള്, അത് അല്ലാഹുവിന് വേണ്ടി പിടിക്കണം ചെറുപ്പക്കാരാ. അതിന്റെ പ്രതിഫലം അല്ലാഹുവാണ് തരുന്നത്. അങ്ങനെയുള്ള പരിശുദ്ധമായ റമളാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നു. ഇതുവരെ നിനക്ക് തിരിഞ്ഞിട്ടില്ല റമളാനിന്, ഇതുവരെ നിനക്ക് റമളാനിന്റെ മഹത്വം മനസ്സിലായിട്ടില്ല. പടച്ചവനെ, ഒരു സുന്നത്തിനൊരു ഫർളിന്റെ കൂലിയാ,
ഒരു സുന്നത്തിനൊരു ഫർളിന്റെ കൂലി, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലി. പടച്ചവനെ, നോമ്പുകാരനായ നീ ഉറങ്ങിയാലും പ്രതിഫലമാണ്, നീ ഉറങ്ങിയാലും പ്രതിഫലമാണ്, നീ നടന്നാലും പ്രതിഫലമാണ്, നീ ഇരുന്നാലും പ്രതിഫലമാണ്, എന്ത് ചെയ്താലും നിനക്ക് പ്രതിഫലമാണ്. അതാണ് വിശുദ്ധമായ റമളാൻ. മാറ്റമില്ലല്ലോ നമുക്ക്, മാറ്റമില്ലല്ലോ നമുക്ക്. പടച്ചവനെ, നിസ്കരിച്ചാൽ ഇന്നാരെങ്കിലും ളുഹർ നമസ്കരിച്ചാൽ റമളാൻ അല്ലാത്ത മാസങ്ങളിൽ 70 ളുഹർ നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു നിനക്ക് തരികയാ. സുന്നത്ത് നിസ്കരിച്ചാൽ റമളാൻ അല്ലാത്ത മാസത്തിൽ പടച്ചവനെ ഒരു ഫർള് നിസ്കരിച്ച പ്രതിഫലമാണ് സുന്നത്തിന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ നന്മകൾ ചെയ്യാൻ കഴിയുന്നവരാണ്. തറാവീഹ് നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് അവസരം തന്നല്ലോ. മടിയാണ് സഹോദര, മടിയാണ് സഹോദര. 8 20 പറഞ്ഞ് തല്ലുന്നവരുണ്ടല്ലോ, പരിഹസിക്കുന്നവരുണ്ടല്ലോ. എടോ, എന്തിനാ നിങ്ങൾ വഴക്ക് കൂടുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പടച്ചവനെ, നിസ്കരിച്ചതിന്റെ പേരിൽ അല്ലാഹു ഒരാൾക്കും ഇന്ന് വരെ നരകം കൊടുത്തിട്ടില്ല. നിസ്കരിച്ച പ്രതിഫലമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, തറാവീഹ് നിസ്കാരത്തിന്റെ പ്രതിഫലം ഞാൻ പറയുന്നില്ല. ആ തറാവീഹ് നിസ്കാരത്തിൽ ചെയ്യുന്ന ഒരു സുജൂദുണ്ടല്ലോ, എന്റെ ചെറുപ്പക്കാര് പഠിക്കണം. പള്ളിയിൽ ചെന്നിട്ട് പള്ളിയുടെ 2ാം നിലയിൽ കയറിയിരിക്കുകയാണ്, ഹൗദിന്റെ കരയിലിരിക്കുകയാണ്. പള്ളിയുടെ പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരോട് പ്രായമുള്ള രോഗം പിടിച്ച വാപ്പമാര് വരെ പള്ളിക്കകത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ നിസ്കരിക്കാൻ മടിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ, ആ തറാവീഹ് നിസ്കാരത്തിലെ സുജൂദിന്റെ പ്രതിഫലം നിനക്കറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തറാവീഹ് നമസ്കാരത്തിലെ, രാത്രി നമസ്കാരത്തിലെ സുജൂദുണ്ടല്ലോ, ആ ഒരു സുജൂദിന് അല്ലാഹു തരുന്ന പ്രതിഫലം 1500 നന്മ അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 1500 നന്മയാണ്, 1500 പ്രതിഫലമാണ്. അതാ തറാവീഹ് നിസ്കരിക്കുമ്പോ ഒരു സുജൂദ് ചെയ്യുന്ന മനുഷ്യര്. അതുമാത്രമല്ല, ബനല്ലാഹു ലഹു കസുറൻ ഫിൽ ജന്നാ, സ്വർഗത്തിലൊരു കൊട്ടാരം അല്ലാഹു തരും ചെറുപ്പക്കാരാ. പടച്ചവനെ, തറാവീഹ് നിസ്കരിക്കുമ്പോൾ അതാ ബൈഹഖിയിലെ ഹദീസാണ്. അല്ലാഹുവേ, മഹാനായ ഇബ്നു അബ്ബദ ഇബ്നു മസ്ഊദ് തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഒരു സുജൂദിന് 1500 പ്രതിഫലം. അല്ലാഹുവേ, ഒരു സുജൂദ് ചെയ്താ ബനല്ലാഹു ലഹു കസുറൻ ഫിൽ ജന്നാ, സ്വർഗത്തിൽ അല്ലാഹു ഒരു വീട് തരികയാ. റമളാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ പ്രായമുള്ളവരൊക്കെ പള്ളിക്കകത്ത്, ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ IPL കണ്ടുകൊണ്ടിരിക്കുക. ബക്കറ്റ് എടുക്കാറായോ? പിന്നെ പോരെ, അതേ ഉള്ളു വെച്ചോ. അൽഹംദുലില്ലാഹ്, ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കുറച്ച് കഴിഞ്ഞിട്ടിപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം എല്ലാം കളിച്ചോണ്ടിരിക്കുക. കാലം നീട്ടിയിട്ട് ഇങ്ങനെ പള്ളിയുടെ പരിസരത്തൊക്കെ വിത്തറിനാകുമ്പോൾ ഒരൊറ്റ ഓട്ടോ 20ാമത്തെ റക്അത്തിൽ ചാടി കയറി പള്ളി നിറയും. ഓരോ സുജൂദിനും 1500 നന്മ അല്ലാഹു എഴുതും. നിനക്ക് സ്വർഗത്തിലൊരു വീടും കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് റമളാൻ, ഇതാണ് റമളാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റഹ്മത്തിന്റെ 10 ഉണ്ട്, മഗ്ഫിറത്തിന്റെ 10 ഉണ്ട്.